വയനാട്ടിലെ ചുള്ളിയോട് ഗ്രാമത്തിൽ ആനപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ നിന്നാണ് ഈ കൊച്ചു സംഘം തലസ്ഥാനത്തെത്തിയത്. കായിക കിരീടത്തിനായി പോരടിക്കുന്ന വമ്പന്മാരോട് കൊമ്പുകോർത്ത് ഇല്ലായ്മകൾ കൂടപ്പിറപ്പായ ഈ കാടിന്റെ മക്കൾ സ്വന്തമാക്കിയ സുവർണ നേട്ടത്തിന് തിളക്കമേറെയാണ്. ആധുനിക സൗകര്യങ്ങളോ മികച്ച പരിശീലകരോ ട്രാക്കോ ഇല്ലാതെയാണ് കോട്ടയിൽ പണിയ കോളനിയിൽ നിന്നെത്തിയ ദിബിൻ സബ് ജൂനിയർ 400 മീറ്റർ ഓട്ടത്തിൽ സുവർണ നേട്ടം കൈവരിച്ചത്. ദിബിന് സ്വർണം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നല്ല. അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വയനാട്ടിലാണ് വരുന്നത്. ഞങ്ങൾ 7 പേരുണ്ട്. ഞാൻ കോട്ടയിൽ പണിയങ്കോളിലാണ്. വയനാടിനായി ആദ്യ സ്വർണം തന്റെ കുട്ടികളിലൂടെ നേടാനായതിന്റെ ആഹ്ലാദത്തിനിടയിലും കായികാധ്യാപകൻ യോയാക്കിയുടെ വാക്കുകൾ മറ്റു പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദിവാസി കോളനിയിൽ നിന്നാണ് ദിബിൻ എന്ന് പറഞ്ഞ കുട്ടി വരുന്നത്. ആനപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവനെ പോലെ തന്നെ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പല കുട്ടികളുമുണ്ട്. കാരണം വളരെയേറെ ടാലൻ്റുള്ള കുട്ടികളുണ്ട്. അവർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. വേണ്ട പ്രോത്സാഹനങ്ങളും ഭക്ഷണം, അതേപോലെ അവർക്ക് സ്പോർട്സിന് വേണ്ട സ്പോർട്സ് ഗുഡ്സ് വാങ്ങാനുള്ള സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ ഇനിയും വയനാട് ജില്ലയിൽ നിന്ന് നല്ല കായിക താരങ്ങൾ ഈ വിഭാഗത്തിൽ നിന്നും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പിന്നോക്ക ജില്ലയായ വയനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ ആനപ്പാറയിൽ നിന്നാണ് ഈ കൊച്ചു സംഘത്തിന്റെ വരവ്. ആദിവാസി കോളനിയിൽ നിന്നും ഏറെ പരാധീനകൾക്കിടയിലും ഇവർ വലിയൊരു വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ പരിഗണനയും ശ്രദ്ധയുമുണ്ടെങ്കിൽ ഇവരുമാകും നാളെയുടെ മാർബേസിലും സെന്റ് ജോർജുമൊക്കെ. ക്യാമറാമാൻ മനു ഗോകുലിനോടൊപ്പം ഷബീർ, ജയ്ഹിന്ദ് ന്യൂസ്.